ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ പാക് ചാരസംഘടനയായ ISI ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഭാരതത്തിലെ ചില ക്രിസ്ത്യൻ സംഘങ്ങളെയോ. ലജാർ മാസി എന്ന പഞ്ചാബി ക്രിസ്ത്യൻ യുവാവിന് കുംഭമേളയുമായി എന്ത് ബന്ധം? വിശ്വാസികളുടെ മഹാസംഗമമായി മാറിയ കുംഭമേള ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചത് എങ്ങനെ? തത്വമയി എക്സ്ക്ലൂസീവ്. നമസ്കാരം. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ ഒരു ദിവസം മുമ്പ് ജനുവരി 12-ാം തീയതി അവിടെ ഒരു വലിയ പരിശീലനം നടന്നിരുന്നു. കേന്ദ്ര ഏജൻസികളും UP പോലീസും കൂടെ ചേർന്ന് നടത്തിയ ആ മോക്ക് ഡ്രില്ല് ആ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ ഉണ്ടാകാവുന്ന ഏത് അപകടം, അത് ഏത് തരത്തിലുള്ള അപകടമാണെങ്കിലും അതിനെ എങ്ങനെ നേരിടുമെന്ന് സുരക്ഷാ ഏജൻസികളെയും പോലീസുകാരെയും പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ പഠിത്തത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഫൈനൽ ഡ്രില്ലെന്നുള്ള നിലയിലാണ് അന്ന് ആ ഡ്രില്ല് നടന്നത്. സാധാരണഗതിയിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ കുട്ടികൾ രക്ഷപ്പെടണം, എങ്ങനെയാണ് അധ്യാപകർ പെരുമാറേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകൾ നമ്മൾ നടത്താറുണ്ട്, പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. പക്ഷേ ഈ മോക്ക് ഡ്രില്ലിന്, പ്രയാഗ്രാജിൽ നടന്ന ഈ മോക്ക് ഡ്രില്ലിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതിനെ CRBN മോക്ക് ഡ്രിൽ എന്നാണ് വിളിക്കുന്നത്. കെമിക്കൽ, റേഡിയോളജിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ മോക്ക് ഡ്രിൽ എന്നാണ് ഇതിനെ വിളിക്കുക, CRBN. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഏത് തരത്തിൽ, അതായത് മനുഷ്യർ വലിയ സംഖ്യയിൽ ഒത്തുകൂടുന്ന ഏതൊരു സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളെയും, മിക്കവാറും എല്ലാ അപകടങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പരിശീലനമായിരുന്നു അവിടെ നടന്നത്. ഇത് തീപിടുത്തം, സാധാരണഗതിയിൽ ഒരു തീപിടുത്തം മുതൽ, അല്ലെങ്കിൽ വിഷവാതകം ആരെങ്കിലും തുറന്നു വിട്ടാലുണ്ടാകുന്ന അപകടം മുതൽ അങ്ങേയറ്റം വന്ന് ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ പോലും എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനമായിരുന്നു നടന്നത്. ലോകത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ CRBN മോക്ക് ഡ്രിൽ എന്നുള്ള നിലയിലും ഇത് ലോകമെമ്പാടും സുരക്ഷാ ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്, അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുമുണ്ട്. ഇത് ഇത്രയും വിശദമായി സൂചിപ്പിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രയാഗ്രാജിലെ മഹാകുംഭമേള ലക്ഷോപലക്ഷമല്ല, കോടാനുകോടി ജനങ്ങൾ പങ്കെടുത്ത ഒരു വലിയ പരിപാടി വലിയ വിപത്തുകളൊന്നുമില്ലാതെ കടന്നുപോയപ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായി ഇത്തരം ചില വലിയ പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളും വർഷങ്ങളായി നടന്നിരുന്നു എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതുകൊണ്ട് ഈ ഭീഷണിയെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കുറഞ്ഞത് ഒരു 5 ഭീഷണിയെങ്കിലും വളരെ സീരിയസ് ആയി എടുക്കണമെന്ന് ഏജൻസികൾക്കും പോലീസിനും സുരക്ഷാ വിഭാഗങ്ങൾക്കും തോന്നിയ കുറഞ്ഞ ഒരു 5 ഭീഷണിയെങ്കിലും, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെങ്കിലും പോലീസിൻ്റെ പക്കൽ എത്തിയിരുന്നു കുംഭമേളയ്ക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഖാലിസ്ഥാനി ഭീകരരുടെ സംഘടന, അത് അമേരിക്കയിലാണ്. ഗുർപത്വന്ത് സിംഗ് പന്നുനാണ് അതിൻ്റെ പ്രധാന ആൾ. അയാളെ ഇന്ത്യൻ ഏജൻസികൾ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അയാൾ ഇറക്കിയ പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഭീഷണിയാണ്. കുംഭമേളയ്ക്കെതിരെ അയാൾ പ്രസ്താവന ഇറക്കുക മാത്രമല്ല, കുംഭമേളയിൽ പോകുന്ന ആർക്കും ജീവൻ എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം, അതിനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ അതിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഭക്തജനങ്ങളെയോ അല്ലെങ്കിൽ അധികൃതരെയോ പിന്തിരിപ്പിച്ചില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് മാത്രമല്ല, ഇയാളുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സിഖ് വംശജർ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ പിന്നീട് കണ്ടു. ഈ കുംഭമേള തന്നെ നടത്തിയ 13 അഖാഡകളിൽ ഒന്ന് തന്നെ സിഖ് വംശജരുടെ അഖാഡയാണ്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായി അതിനെതിരെ രംഗത്ത് വന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പക്ഷേ രണ്ടാമത്തെ ഒരു ഭീഷണിയിൽ അതിലിപ്പോഴും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അത് ഒരു 17-കാരനെ വാരണാസിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും UP ഗവൺമെൻറ്റിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 17 വയസ്സേ ഉള്ളൂ. ആ പയ്യനെയും ഇപ്പോൾ ജുവനൈൽ ഹോമിലാക്കിയിരിക്കുകയാണ്. ഈ മറ്റൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെയും വാരണാസിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളൊരു NSUI പ്രവർത്തകനാണ്, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനാണ്. ഇയാൾ 10 ദിവസങ്ങളോളം ഈ പറയുന്ന പ്രയാഗ്രാജിൽ കഴിയുകയും ധാരാളം ഫോട്ടോകൾ എടുക്കുകയും പലരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുംഭമേള കഴിഞ്ഞ ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ഇയാൾ സർക്കാർ വിരുദ്ധ പല പ്രക്ഷോഭങ്ങളിലും ഭാഗവക്കായതായിട്ട് അറിയാം.
പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അതിൻ്റെ സമരങ്ങളിലുമൊക്കെ ഇയാൾ ഉണ്ടായിരുന്നു. ഇയാളുടെ കൈവശം 2 മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. ഈ 2 മൊബൈൽ ഫോണും ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ആ 17കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും കൂടാതെ, അല്ലെങ്കിൽ ഗുർപത്വന്ത് സിംഗിൻ്റെ ഭീഷണി, ഈ 2 വ്യക്തികളുടെ ഇത് കൂടാതെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊരു അറസ്റ്റിനെ കുറിച്ചാണ്. ലജാർ മാസി എന്ന് പറയുന്ന പഞ്ചാബി യുവാവ്, 24 വയസ്സുള്ള പഞ്ചാബി യുവാവാണ്. പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള ആളാണ്, ഒരു കർഷകൻ്റെ മകനാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി കൗസാംബി ജില്ലയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നുമല്ല. ഈ ലജാർ മാസി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ യുവാവാണ്. അയാളുടെ അച്ഛനും അമ്മയും ഇയാൾക്ക് 5 വയസ്സുള്ളപ്പോഴോ മറ്റോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. പഞ്ചാബിലെ ക്രിസ്ത്യൻ കൺവേർഷൻ, മതപരിവർത്തനം വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ ഒരു സാമൂഹിക വിഷയമാണ്. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ വലിയ തോതിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ള വലിയ പ്രചരണം കൊടുത്താണ് ചില പാസ്റ്റർമാരൊക്കെ ഇവരെ മതം മാറ്റുന്നത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ മതം മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ലജാർ മാസി എന്ന് പറയുന്ന ഈ 24കാരൻ. പക്ഷേ ഇയാൾ ഒരു ചെറിയ മീനല്ല. ഇയാൾ വർഷങ്ങളായി ബാബർ ഖൽസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സിഖ് തീവ്രവാദി സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. എന്ന് മാത്രമല്ല, ഈ ബാബർ ഖൽസ ഇൻ്റർനാഷണലിൻ്റെ ഒരു ജർമ്മൻ മോഡ്യൂളുണ്ട്, ജർമ്മനിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകവുമായി ബന്ധപ്പെട്ടാണ് ഈ ലജാർ മാസി ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇയാൾ ഡയറക്റ്റായിട്ട് തന്നെ, നേരിട്ട് തന്നെ ഇയാൾ ISIയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വെറും 20 കിലോമീറ്റർ മാത്രമാണ് പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ളതെന്ന് പറയുന്നു. ഇയാൾ ഈ പ്രയാഗ്രാജിലെത്തിയിരുന്നു. ഇയാൾ പല സമയത്തായിട്ട് പ്രയാഗ്രാജിൽ കടന്നു കയറാൻ, കുംഭമേളയ്ക്കുള്ളിലേക്ക് കയറാൻ ഇയാൾ ഒരു 3 വട്ടമെങ്കിലും ശ്രമിച്ചിരുന്നു, ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലേക്ക്. പക്ഷേ അവിടുത്തെ വലിയ സെക്യൂരിറ്റി കാരണമാണ് ഇയാൾക്കത് ചെയ്യാൻ സാധിക്കാതെ പോയത്, ഇയാൾ പിന്തിരിഞ്ഞു പോയത്. പക്ഷേ ഇയാളുടെ കൈവശം ഇവർ കണ്ടെടുത്ത സാധനങ്ങൾ ചെറുതല്ല. ഒരു ഫോറിൻ പിസ്റ്റൽ ഇവർ കണ്ടെടുത്തിട്ടുണ്ട്, ഒരു 13 ലൈവ് ഗ്രനേഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, സ്ഫോടനത്തിന് ഉപയോഗിക്കാവുന്ന ചില രാസപദാർത്ഥങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഫോറിനാണ്. ഈ പിസ്റ്റലും വിദേശ നിർമ്മിത പിസ്റ്റലാണ്. എന്ന് മാത്രമല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് ഒരു 25 ലക്ഷം രൂപ കണ്ടെടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇയാൾക്ക് ISI ഈ ഒരു പ്രവർത്തിക്ക്, അതായത് കുംഭമേളയിൽ ആക്രമണം നടത്തുന്നതിന് ഇയാൾക്കൊരു വലിയ തുകയാണ് അവർ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു സ്ഫോടനം നടത്തിയ ശേഷം, അല്ലെങ്കിൽ അവിടെ ഒരു ആക്രമണം നടത്തിയ ശേഷം പോർച്ചുഗലിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാമെന്നും ഇയാൾക്കും ഇയാളുടെ ഭാര്യയ്ക്കും പോർച്ചുഗലിൽ പോയി സുഖമായി ജീവിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്നുമാണ് ഇയാൾ അറസ്റ്റിന് ശേഷം പോലീസിനോട് പറഞ്ഞത്. ഇത് കൂടാതെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതിൽ ഗാസിയാബാദിലെ ഒരു വ്യാജ അഡ്രസ്സിലുള്ള ഒരു ആധാർ കാർഡും പിടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ക്രിസ്ത്യൻ യുവാവാണ്. സിഖ് തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഇസ്ലാമിക തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ആൾ ഹിന്ദു അല്ല. പക്ഷേ അയാൾ കുംഭമേളയിൽ ഈ പറയുന്ന തോക്കും എക്സ്പ്ലോസീവുമായി ഇടിച്ചു കയറാൻ ശ്രമിച്ചു. ഇതിനെ ഒഴിവാക്കാൻ സാധിച്ചത് അവിടുത്തെ വലിയ സെക്യൂരിറ്റി കാരണം മാത്രമാണ്. ഇയാളെ അവിടെ വെച്ച് ആരും പിടിച്ചില്ല, കാരണം ഇയാൾക്ക് അകത്തേക്ക് കയറാൻ പോലും പറ്റിയില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ഇയാൾ രക്ഷപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ആൾക്കാരുടെ ഫേസ് റെക്കഗ്നിഷൻ, ആൾക്കാരുടെ മുഖം പോലും തിരിച്ചറിയുന്ന തരത്തിലുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ സുരക്ഷ നടത്തിയിരുന്നത്. ഈ സുരക്ഷ നടത്തിയിരുന്ന കൺട്രോൾ റൂമിലാണ് ഇയാളുടെ ഈ ശ്രമങ്ങൾ, ഇയാളുടെ സംശയാസ്പദമായ നീക്കങ്ങൾ, ഇയാൾ 2-3 പ്രാവശ്യം തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നു. അതിനെ തുടർന്ന് ഇയാളെ തപ്പിപ്പോയിട്ടാണ് ഇയാളെ ഏറ്റവും അവസാനം ഈ കൗസാംബി ജില്ലയിൽ നിന്ന് ഇയാളെ കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ നമ്മളുടെ സുരക്ഷാ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈസ് ക്യാച്ചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചാബിലെ മതപരിവർത്തന ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, പഞ്ചാബിലെ
ഈ പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ISI ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, സിഖ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലജാർ മാസി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഞ്ചാബിൽ പഴയതുപോലെ തീവ്രവാദം ആയി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഖാലിസ്ഥാനികളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലിസ്ഥാൻ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്നവർ വളരെ ചുരുക്കം ഉണ്ടാകും. പക്ഷേ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഭാരതത്തിലല്ല, പഞ്ചാബിലല്ല, മറിച്ച് വിദേശത്താണ്. കാനഡയിലും UK-യിലും അതേപോലെ അമേരിക്കയിലും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഫണ്ട് സ്വരൂപിക്കുന്നത്. പക്ഷേ പഞ്ചാബിൽ ആർക്കും ഇപ്പോൾ ഖാലിസ്ഥാൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ആൾക്കാരെ, പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്താനാണ് പുറത്ത് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളും അവർക്ക് എപ്പോഴും സൗകര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ISIയും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചാബിൽ ഇപ്പോൾ കൂണുപോലെ പൊങ്ങി വരുന്ന ഇത്തരം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരെ ISI ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അല്ല എന്ന് പറയാൻ കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ISI ഇപ്പോൾ ഇതേ കാര്യം ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ കുക്കി തീവ്രവാദ ഗ്രൂപ്പുകൾ പലർക്കും ഇപ്പോൾ ISIയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്നാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. സംശയമുണ്ടെങ്കിൽ വിദേശത്ത് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. ഈ വിദേശത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികളെയും മണിപ്പൂരിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞ മാസങ്ങളിൽ ISIക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് അമേരിക്കൻ മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അമേരിക്കയിലുള്ള മണിപ്പൂരിൻ്റെ പേരാണെങ്കിലും കുക്കികളാണ് അതിൽ കൂടുതൽ. മിക്കവാറും എല്ലാവരും ക്രിസ്ത്യൻ വംശജരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. അവർ മണിപ്പൂരിനെ ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അവരെ ഇപ്പോൾ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സിഖ് തീവ്രവാദി സംഘടനകളുമായി ബന്ധിപ്പിക്കാൻ ISIക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ്റെ കാനഡ ഘടകത്തിൻ്റെ പ്രസിഡൻ്റുണ്ട്. അയാളുടെ പേര് ലിയാൻ ഗാങ്റ്റെ എന്നാണ്. ഇയാളിപ്പോൾ കാനഡയിൽ സിഖ് തീവ്രവാദികളുമായി, വിഘടനവാദികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള നിജാർ കൊലപാതകം നടന്ന സറേ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഗുരുദ്വാരയിൽ ആ വധം നടന്ന്, അത് നിജാറിൻ്റെ കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ മാസം തന്നെ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. മണിപ്പൂർ ഭാരതത്തിൽ നിന്ന് വിട്ടുപോകണം. മണിപ്പൂർ മാത്രമല്ല, വടക്കുകിഴക്കൻ മേഖലയിലെ ക്രിസ്ത്യൻ ട്രൈബൽ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് അവിടെ ഒരു സോ എന്ന പേരുള്ള ഒരു രാജ്യമുണ്ടാക്കണമെന്നാണ് ഈ തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത്. സിഖ് ഫോർ ജസ്റ്റിസ് ആവശ്യപ്പെടുന്നത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യം പഞ്ചാബിൽ ഉണ്ടാക്കണമെന്നാണ്. ഇപ്പോൾ ഒരു പടിയൂടി കടന്ന് സിഖ് ഫോർ ജസ്റ്റിസ് മണിപ്പൂരിലെ ക്രിസ്ത്യൻ തീവ്രവാദികൾക്ക് വേണ്ടിയും സംസാരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തമിഴർ, അതായത് തെക്കേ ഇന്ത്യയിലെ ദ്രവീഡിയരും ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഈ ഗുർപത്വന്ത് സിംഗ് പന്നുൻ അയാളുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും ഭാരതത്തെ വിഘടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയിലാണ് ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഇവരെയെല്ലാം ഒരുമിപ്പിക്കാനും ഇവർക്ക് വേണ്ടി ഫണ്ട് ഒഴുക്കാനും കൃത്യമായിട്ട് ISI എന്ന് പറയുന്ന പാക് ചാരസംഘടന അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അത് എങ്ങനെയാണ് ഇത്രയും വലിയ ഭീഷണികൾക്കിടയിലും ഈ വിശ്വസംഗമം, കുംഭമേളയിലെ വിശ്വസംഗമം കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കടന്നുപോയത്? അതിൻ്റെ ഉത്തരം ഇതിൻ്റെ പിന്നിൽ നടന്ന ഈ വലിയ പ്രിപ്പറേഷനാണ്. നമ്മൾ കൺമുൻപിൽ കണ്ണുകൊണ്ട് കാണുന്ന, അവിടെ പോയവർക്കെല്ലാവർക്കും അറിയാം, അവിടുത്തെ സെക്യൂരിറ്റി, അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ കമാൻഡോസ്, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ മുഖമില്ലാത്ത, വാർത്തകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ദൃഷ്ടിയിലോ പെടാത്ത ആയിരക്കണക്കിന് ഇൻ്റലിജൻസിൻ്റെ ഏജൻറ്റുമാർ,
അതിൻ്റെ കൃത്യമായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അവർ വളരെ കൃത്യമായിട്ട് തന്നെ അവരുടേതായ ഒരു പാരലൽ പ്ലാനിങ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഈ പ്രയാഗ്രാജിലെ കുംഭമേള നഗരി മുഴുവൻ തന്നെ അവർ വിവിധ ഭാഗങ്ങളായി തിരിക്കുകയും ഓരോ ഭാഗത്തും കൃത്യമായ സംവിധാനങ്ങളും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ നിയമിക്കുകയും ചെയ്ത വാർത്തയിലുണ്ടായിരുന്നു. പക്ഷേ അതിനോട് പാരലായിട്ട് തന്നെ ഈ ഇൻ്റലിജൻസ് ഏജൻസീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഏജൻറ്റുമാർ ഉണ്ടായിരുന്നു, അവർക്ക് പ്രത്യേകം കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ഓരോ വരുന്ന ആൾക്കാരെ മുഴുവൻ സംശയാസ്പദമായി അവിടെ കറങ്ങി നടക്കുന്നവരെ മുഴുവൻ അവരെ കൃത്യമായി ഫോക്കസ് ചെയ്യാനും അവരെ തിരിച്ചറിയാനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എടുക്കാനും ഒക്കെ ഇവർ രാപ്പകൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് തീർച്ചയായിട്ടും അവിടെ ഒരു ആധ്യാത്മിക സംഗമമാണ്, അവിടെ ഈശ്വര കടാക്ഷമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ മനുഷ്യരുടെ മുഖമില്ലാത്ത മനുഷ്യരുടെ ഒരു വലിയ പ്രവർത്തനം കൂടിയാണ് കുംഭമേള ഇങ്ങനെ വളരെ വിജയകരമായി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് അഭിമാനമായിട്ടുണ്ട്. അത് ആധ്യാത്മിക ലെവലിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇത്രയും ഒരു വലിയ മഹാസംഗമം സംഘടിപ്പിക്കാൻ, കുഴപ്പങ്ങളൊന്നുമില്ലാതെ അത് തീരാൻ, ഇത്രയും വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ, അതും സാങ്കേതിക തികവോടുകൂടി തന്നെ അത് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ നേട്ടമാണ്. പക്ഷേ അതോടൊപ്പം മുന്നിൽ വരുന്ന ഒരു വലിയ ഭീഷണി ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്. ആ ഭീഷണി മറ്റൊന്നുമല്ല, ഭാരതത്തെ ഏതൊരു തരത്തിലും അസ്ഥിരപ്പെടുത്താൻ അതിൽ മതവും പ്രാദേശികവാദവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അസ്ഥിരപ്പെടുത്താനായി ശത്രുക്കൾ നടത്തുന്ന ഈ ശ്രമങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞാണ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാകും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ സുരക്ഷാ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും ഒരു വലിയ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഖാലിസ്ഥാൻ തീവ്രവാദികളും ISIയും ഒക്കെ ഈ പറയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദികളോടൊപ്പം കൈകോർക്കുകയാണ്. അവർ പഞ്ചാബിലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ താമസിയാതെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം.